ഓക്കെ, നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ ഒത്തിരി പേര് പറഞ്ഞാണ് വാക്കിംഗ് ചലഞ്ച് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഈ ഞാൻ ചെയ്യുന്നത്. എൻ്റെ വേറെ ഒത്തിരി ചലഞ്ചുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതെങ്ങനെ എടുത്തു തരുന്നതെന്ന് ഞാൻ പറയുന്നതായിരിക്കും. ഒത്തിരി പേര് പറഞ്ഞത് ചെയ്യണമെന്ന്, ഒത്തിരി പേരുടെ വർക്കാവത്തില്ലെന്ന് ഒത്തിരി പേര് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ വർക്കാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കില്ല, ഞാൻ അതെന്തായാലും പറയുന്നതായിരിക്കും. ഇവിടെ കയറട്ടാ ഞാൻ ആദ്യം കൊള്ളയ്ക്ക്. ഇപ്പോൾ ഈ ഗെയിം GTA 5 കുറച്ചുകൂടെ ഫോണിൽ പറ്റുന്നൊരു ഗെയിമാണ്. നല്ലപോലെ എല്ലാവർക്കും ആസ്വദിച്ചൊക്കെ കളിക്കാൻ പറ്റുന്നൊരു ഗെയിമായിട്ട് വന്നേക്കുമോ ഇത്. കാരണം അത്രയും ഗ്രാഫിക്സ് ഒക്കെ ഇതിൻ്റെ പൊളിയാണ്. പിന്നെ നല്ല ഇതൊക്കെയാണ് കണ്ടോ ഗെയ്സ്, ഇതൊക്കെ പക്ക റിയൽ. ഇതിനകത്ത് റോക്കി ബോയുടെ ബൈക്ക് വിളിക്കാൻ പറ്റുമെന്ന് പറയുന്ന കേട്ട്. 1 അടിച്ചാൽ മതി എന്ന് പറയുന്ന കേട്ട്. 1 ഇല്ല, ഞാൻ പക്ഷെ വരുത്തിച്ചാണ്. പക്ഷെ ആനിമൽസിൽ ഒത്തിരി സംഭവം വന്നിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ എല്ലാം വേണമെങ്കിൽ ഉണ്ടാക്കാം. പ്ലഗിൻ ഓപ്ഷൻ ആവണമെങ്കിൽ അത് ഈ വാക്കിംഗ് ചലഞ്ച് എല്ലാം കംപ്ലീറ്റ് ആവട്ടെ ഗേസ്. അത് വർക്കാവത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തായാലും മുഴുവൻ പറയുന്നതായിരിക്കും ഗേസ്. അത് ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരു ഫ്രീ ആയിട്ടല്ല, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഗേസ്. അത് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ വർക്കാവത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു ഇന്ത്യൻ ബൈക്കിൻ്റെ ഗെയിമറല്ലേ ഗേസ്, അതുകൊണ്ട് എൻ്റെത് വർക്കാവുന്നുണ്ട്. എന്നിട്ട് ഈ ആക്കി ചലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എന്തായാലും പറയുന്നതായിരിക്കും. നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ആയിരിക്കും അത്. ആരും പ്രതീക്ഷ കാണത്തില്ല. ഓ, താറവിടുണ്ട്, താറ്. അയ്യോ, ഇവിടുന്ന് പോകാൻ കുറച്ച് പാടാണ്. അയ്യോ, ഡസ്റ്റ്ബിന്നിൻ്റെ മണ്ടയ്ക്കൂടെ പോകണം ഗേസ്. ഓക്കെ, ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് പിന്നെ ഒരു യൂട്യൂബറും അങ്ങനെ പറയാറില്ല. എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ഓ തോറ്റ് ഗേസ്, നമുക്ക് ഒന്നുകൂടെ കളിക്കണം. നമ്മൾ ചത്തിരിക്കുന്നു. ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കേണ്ടതായിരുന്നു ഗേസ്. നമുക്ക് ഒന്നുകൂടെ പ്ലേ എടുക്കാം. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവസാനം നിങ്ങൾ കണ്ടോണം ഗേസ്. ഇതെങ്ങനെയാണെന്ന് പറയുന്ന വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഞെട്ടൽ തന്നെ ആയിരിക്കും. കാരണം ആരും അങ്ങനെ പറയാറില്ല ഗേസ്. അതായത് എല്ലാവരും ആക്ഷൻ ഗെയിമിൽ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തെടുത്തേ ഉള്ളൂ, ആരും ഇങ്ങനെ പറയാറൊന്നുമില്ല. എനിക്കറിയാം, ഞാനിത് എടുത്തത് എത്ര കഷ്ടപ്പെട്ടാന്ന് അറിയാമോ. പ്ലഗിൻ വർക്കാവാത്തോണ്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിരുന്നു. എനിക്കറിയാം ഗേസ്, നിങ്ങളെ വിഷമം നോക്കില്ല എനിക്ക് മനസ്സിലാവും. പ്ലഗിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം പിടിച്ച് ഞാൻ അങ്ങനെ കരഞ്ഞ വേണമുണ്ട് ഇതിൻ്റെ വർക്കാവാത്തതുകൊണ്ട്. അവസാനം എങ്ങനെയോ ഞാൻ എടുത്തതെന്ന് പറയട്ടെ, അതും സീക്രട്ടാണ്. അത് അവസാനം പറയാം. അത് വാക്കിംഗ് ചലഞ്ച് കംപ്ലീറ്റ് ആകട്ടെ. വാക്കിംഗ് ചലഞ്ച് പെട്ടെന്ന് നമുക്ക് തീർത്തേ പറ്റും, നിങ്ങൾക്ക് അറിയാമല്ലോ. വാക്കിംഗ് ചലഞ്ച് തന്നെ നമുക്ക് ബൈക്കിൻ്റെ ചലഞ്ച് എടുത്താൽ മതി. വാക്കിംഗ് ചലഞ്ച് കുറച്ച് ഇതാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ വന്നത് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട. കുറച്ച് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. പ്ലേ സ്റ്റോർ എടുക്കുക, അത്രേ ഉള്ളു. പ്ലേ സ്റ്റോർ എടുത്തിട്ട് പിന്നെന്താ ചെയ്യേണ്ടേ, എനിക്ക് പ്ലേ സ്റ്റോർ ലോഡ് ആവുകയാണ് ഗേസ്. ഓക്കെ, 2 മണിക്കൂർ വേണ്ടത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് എന്ന് അടിച്ചു കൊടുക്കുമ്പം ഇതിങ്ങനെ വരത്തില്ല ഗേസ്. അന്നേരം രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ IB3D പ്ലഗിൻ എന്ന് വരും. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. രോഹിത് ചാവുച്ചാൻ എന്നെങ്ങാണ്ടാണ് പേര്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിനകത്തൊരു കാര്യം ഉണ്ടാകും. അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ആ പടത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തനി വരും. കണ്ടോ, മേഡ് വിത്ത് യൂണിറ്റ് RGS ഉണ്ട്. വണ്ടികളൊക്കെ എല്ലാം ഉണ്ട്. നിങ്ങൾ വെഹിക്കിൾ എടുക്കുവാണെങ്കിൽ ഇതൊക്കെ എല്ലാം കാണും. ഒമനിവാൻ ഉണ്ട്. CT7 ആനിമല് വേണമെങ്കിൽ നിങ്ങൾക്ക്, എനിക്ക് സിംഹത്തിനെ ഇഷ്ടമാണ്, ഞാൻ സിംഹം എടുക്കുക. ചീറ്റ് കോഡ് ഒന്നുമല്ല, RGS മോഡ് എടുക്കുവാണെങ്കിൽ ഇത്രയും ഉണ്ട് കേസ്. ഞാൻ വാക്കിങ്ങാണ് എടുത്തത്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതെടുക്കും. അപ്പം എന്നിട്ട് നിങ്ങൾ വെളിയിൽ പോകണം. വെളിയിൽ പോയിട്ട് മറ്റേ ശരിക്കുള്ള ഇന്ത്യ ബൈക്ക് ഡ്രൈവിംഗ് എടുക്കണം. എന്നിട്ട് മറ്റേ ലോഡാവും. അന്നേരം പ്ലഗിന് ചെന്ന് പ്ലഗിനിൽ അത് വർക്കാവുകയാണ് ഈ. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചാൽ ഹാർഡ് കയറി വരുന്നു. ഇതാരും അങ്ങനെ പറയാറൊന്നുമില്ല, എല്ലാവരും വീഡിയോ എടുത്തെടുത്തതേ ഉള്ളൂ. ഞാനാണിപ്പോൾ പറയുന്നത് തന്നെ. എല്ലാം മാറി. ഓക്കെ, ബാക്ക് കൊടുത്തിട്ട് പ്ലേ കൊടുക്കണം. പ്ലേ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടാവേ, വെയിറ്റ് ചെയ്യും. എനിക്ക് വാക്കിംഗ് ഇഷ്ടമുള്ള കേസ്. എനിക്ക് വാക്കിംഗ് ചലഞ്ചുകളെല്ലാം നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വാക്കിംഗ് ചലഞ്ചാണ് വന്നേക്കുന്നത്.
നിങ്ങളാണിട്ട് ഫോൺ എടുത്തിട്ട് സെർച്ച് കൊടുത്തിട്ട് പ്ലീസ് വെയിറ്റ് കാണും. അന്നേരം നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾ വെളിയിൽ പോയിട്ട് ഒന്നും കൂടെ കൊടുത്താൽ മതി ഗൈസ്. എന്നാലും തനി അത് വന്നോളും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. മാറി അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഒന്നുകൂടെ എടുക്കുക. ലോഡ്സ് മൊബൈലൊന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ബൈക്ക് ഉണ്ടോ? എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒത്തിരി പേരുടെ പ്രശ്നമാണ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഞാൻ സോൾവ് ചെയ്തിരിക്കുന്നു. യെസ് ഗെയ്സ്, സിംഗാമ യെസ്. പക്ഷെ വാക്കിംഗ് ചലഞ്ച് തന്നെയാണ് എപ്പോഴും വരുന്നത്. നിൽക്കട്ടെ, സെർച്ചിൽ കയറി നോക്കട്ടോ. ഓക്കെ സമയമുണ്ട് ഗെയ്സ്. സമയം നമുക്ക് ബൈക്ക് ചലഞ്ച് വേണം. ഒമനിവാന് 7 കൊടുക്കുവാണെങ്കിൽ ഒമനിവാൻ വരുമെന്ന് ഞാൻ ഇവിടെ 7 വരുന്നത് ഒന്നും വരത്തില്ല. പക്ഷെ ഞാൻ ഒമനിവാൻ കൊടുത്തതാണ് ഗെയ്സ്. ലെറ്റ്സ് ഗോ. പേസ്റ്റ് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് പ്ലേ കൊടുക്കണം. അങ്ങനെ വരുന്നതായിരിക്കും ഭയങ്കര സീനാണ്. ഇതായിരിക്കും ഇഷ്ടപ്പെടാതെ. മാറി എനിക്ക് ഇഷ്ടപ്പെടാതെ. ഇത് ഞാൻ ഒരു ദിവസം നെറ്റ് ഓഫ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ചലഞ്ച് ചെയ്യുന്നതായിരിക്കും നെറ്റ് ഓഫ് ആക്കിയിട്ട്. ഇത് പിന്നെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സന്തോഷിപ്പിച്ച് കാണിക്കാൻ വേണ്ടി എടുത്തതന്നെ ഉള്ളൂ. നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിലൊന്നും അങ്ങനെ വരത്തില്ലല്ലോ. ഓക്കെ ഈ വാക്കിംഗ് ചലഞ്ച് ഇതുവരെ മാറിയിട്ടില്ലേ? മാറേണ്ടതാണ്. പേസ്റ്റ് കൊടുത്തിട്ട് പ്ലീസ് വെയിറ്റ്. നിങ്ങളൊന്ന് വെയിറ്റ് ഒക്കെ ഞാൻ ചെയ്തിരിക്കണോ? ടൈം വരത്തില്ല. ടൈമർ വരുമ്പോൾ മാറ്റിയിട്ട് പ്ലേ കൊടുത്താൽ മതി. പ്ലഗിനോ ടൈമർ എനിക്ക് വയ്യ, ഞാൻ മാറ്റിയിട്ട് പോവുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ എന്തായാലും ഞാൻ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. ബൈ.